യഥാർത്ഥത്തിൽ SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ മലപ്പുറത്ത് ആ നാടിനെക്കുറിച്ച് നടത്തിയ മോശം പരാമർശങ്ങൾ പിൻവലിച്ചുകൊണ്ട് മാപ്പ് പറയുകയോ കുറഞ്ഞ പക്ഷം തിരുത്തുകയെങ്കിലും ചെയ്യുകയാണ് വേണ്ടിയിരുന്നത്. തിരുത്തുക എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല ഉദ്ദേശിച്ചത് എന്ന് പറഞ്ഞ് ഇന്ന് പത്രസമ്മേളനം നടത്തിയതുപോലുള്ള ഉരുളലല്ല, മറിച്ച് അബദ്ധം പറ്റിയതാണ്, അങ്ങനെയല്ല മലപ്പുറത്തേക്കുള്ള തൻ്റെ ധാരണ എന്ന് ക്ലിയർ ചെയ്യേണ്ടിയിരുന്നു അദ്ദേഹം. അതിനുള്ള ഉത്തരവാദിത്വം SNDP യോഗം പോലെ ഒരു വലിയ മഹാപ്രസ്ഥാനത്തിൻ്റെ തലപ്പത്തിരിക്കുന്ന ആൾ എന്ന നിലയ്ക്ക് വെള്ളാപ്പള്ളി നടേശനുണ്ട്. കാരണം ശ്രീനാരായണ ധർമ്മപരിപാലന യോഗം എന്ന് പറയുന്നത് കേരളത്തിലെ സാമൂഹ്യ നവോത്ഥാനത്തിനൊപ്പം വളർന്ന പ്രസ്ഥാനമാണ്. കേരളത്തിലെ മറ്റേതു പ്രസ്ഥാനത്തെക്കാളും കേരളത്തിൽ SNDP യോഗത്തിന് തുല്യമായൊരു പ്രസ്ഥാനമേ ഇല്ല. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനമടക്കം കേരളത്തിൻ്റെ സാമൂഹ്യ നവോത്ഥാനത്തിൽ അത്ര വലിയ സംഭാവന നൽകിയ പ്രസ്ഥാനമാണ് SNDP യോഗം. ആ SNDP യോഗത്തിൻ്റെ തലപ്പത്ത് കയറിയിരുന്നു കൊണ്ട് ഒരു സഹസമുദായത്തെക്കുറിച്ച് മോശപ്പെട്ട വാക്കുകൾ പറയുകയാണ് വെള്ളാപ്പള്ളി നടേശൻ ചെയ്തത്. ഇന്ന് അദ്ദേഹം പറഞ്ഞത് താൻ മുസ്ലിം വിരോധിയല്ല, മുസ്ലിങ്ങൾക്കെതിരെ അല്ല പറഞ്ഞത്, ലീഗിലെ സമ്പന്നർക്കെതിരെയാണ് എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ വെള്ളാപ്പള്ളി നടേശൻ ഇന്നലെ പറഞ്ഞ കാര്യങ്ങൾ ചെന്ന് കൊണ്ടത് കേരളത്തിലെ മുസ്ലിം സമുദായത്തിൻ്റെ നെഞ്ചിലാണ്. അത് നിശ്ചയിച്ചൊരു കാര്യമില്ല. എന്തുകൊണ്ടാണത്? മലപ്പുറത്തോട് മുസ്ലിങ്ങൾക്ക് പ്രത്യേകിച്ച് വൈകാരികമായ അടുപ്പമൊന്നുമില്ല. എന്തിനാണ് ഈ മലപ്പുറത്തിനെയും മുസ്ലിങ്ങളെയും സമീകരിക്കുന്നത് എന്നറിയില്ല. മലപ്പുറം മുസ്ലിങ്ങൾ കൂടുതലുള്ള ഒരു ജില്ല മാത്രമാണ്. മലപ്പുറം മക്കയൊന്നുമല്ല. പക്ഷെ മലപ്പുറം പ്രതീകമാകുന്നത് മലപ്പുറത്തെക്കുറിച്ച് വിദ്വേഷ പരാമർശങ്ങൾ നടത്തുന്നവർ അത് മുസ്ലിം സമുദായവുമായി ചേർത്താണ് പറയുന്നത്. അവരുടെ വാക്കിലും നോക്കിലും അവരുടെ ഉന്നത്തിലും മലപ്പുറത്തിനെതിരെ പറയുമ്പോൾ അത് മുസ്ലിങ്ങൾക്കെതിരെയാണ് എന്ന് കൃത്യമാണ്. അതുകൊണ്ടാണ് വെള്ളാപ്പള്ളിയുടെ പരാമർശങ്ങൾ മുസ്ലിം വിരുദ്ധമായി മാറുന്നത്. വെള്ളാപ്പള്ളി നടേശനെ നമുക്ക് ദശാബ്ദങ്ങളായി അറിയാം. അദ്ദേഹം മുസ്ലിം ലീഗും അതുപോലെ അന്തരിച്ച കേരള മുസ്ലിം ജമാഅത്ത് കൗൺസിൽ ജനറൽ സെക്രട്ടറി ആയിരുന്ന പ്രസിഡൻ്റായിരുന്ന അഡ്വക്കേറ്റ് A. പൂക്കുഞ്ഞ്, അങ്ങനെയുള്ള കേരളത്തിലെ മഹാരഥന്മാരായ ഒരുപാട് പിന്നോക്ക സമുദായ നേതാക്കന്മാർ ഒന്നിച്ചു ചേർന്ന് രൂപീകരിച്ച പിന്നോക്ക സമുദായ മുന്നണിയുടെ ആ പിന്നോക്ക സമുദായ മൂവ്മെൻറ്റിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കളിൽ ഒരാളായിരുന്നു. നാലകത്ത് സൂപ്പിയെ പോലുള്ള ആളുകളൊക്കെ വിദ്യാഭ്യാസ മന്ത്രിയാവുന്നതിന് മുമ്പ് ഈ പിന്നോക്ക സമുദായ മൂവ്മെൻറ്റിൻ്റെ വലിയ ഭാഗമായിരുന്നു നമ്മൾ ഓർക്കുന്നുണ്ട്. അന്നൊക്കെ NSS ജനറൽ സെക്രട്ടറി ആയി പിന്നീട് മാറിയ G. സുകുമാരൻ നായരുമായി ചേർന്ന് അദ്ദേഹം പുതിയ ചില പരീക്ഷണങ്ങൾക്ക് ഒരുങ്ങുന്നതിന് മുമ്പുള്ള കാലമായിരുന്നു അത്. അന്നത്തെ വെള്ളാപ്പള്ളി പിന്നീട് മാറി എവിടെ എത്തി എന്നുള്ളതിന് ഏറ്റവും മോശപ്പെട്ട ഉദാഹരണമാണ് ഇന്നലത്തെ വർഗീയ പ്രസ്താവനകൾ. അദ്ദേഹം എത്ര തിരുത്തിയാലും തിരുത്തപ്പെടാത്ത വിധം അത് കേരളത്തിൻ്റെ മനസ്സിൽ പതിഞ്ഞു പോയി. പക്ഷേ കേരളത്തിലെ ജനത സാമുദായിക രാഷ്ട്രീയ വ്യത്യാസങ്ങൾക്ക് അതീതമായി അതിനെ അവലംബിച്ചതോടുകൂടി അത് ആ വാക്കുകളും അദ്ദേഹത്തിൻ്റെ ഉന്നവും പൊളിഞ്ഞുപോയി എന്നുള്ളതാണ് പ്രധാനം. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട്. അദ്ദേഹം പറഞ്ഞതിൽ വസ്തുതാപരമായി തന്നെ ചില ഗുരുതരമായ വിഷയങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം, കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെ കേരള പഠനം, അതുപോലെ കേരളത്തിൽ ഒടുവിൽ നടന്ന സെൻസസ്, ഈ രണ്ട് കണക്കുകളും പഠനവും പ്രകാരം കേരളത്തിലെ ഏറ്റവും വലിയ സമുദായം, ഒറ്റ സമുദായം എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ഏറ്റവും വലിയ സിംഗിൾ ലാർജസ്റ്റ് കമ്മ്യൂണിറ്റി, കേരളത്തിലെ സിംഗിൾ ലാർജസ്റ്റ് കമ്മ്യൂണിറ്റി മുസ്ലിങ്ങളാണ്. ഈ പരിഷത്തിൻ്റെയും കൈനേഷ്യമാരിയുടെയും കണക്കും പഠനവുമാണ് ഞാൻ പറയുന്നത്, നമ്മുടെ സ്വന്തം കണ്ടെത്തലല്ല. നേരത്തെ ഈഴവ സമുദായമായിരുന്നു. അപ്പോൾ കേരളത്തിലെ ഏറ്റവും വലിയ ഒറ്റ സമുദായമായ മുസ്ലിങ്ങളല്ല ഇപ്പോഴും PSCയുടെ നിയമന റൊട്ടേഷനിൽ ഒന്നാമതുള്ളത്. നേരത്തെ കണക്ക് പ്രകാരം തന്നെ ഈഴവ സമുദായമാണ് ഇപ്പോഴും റൊട്ടേഷനിൽ ഒന്നാമത്. കേരളത്തിലെ ഏതെങ്കിലും ഒരു മുസ്ലിം നേതാവ് ഇതിനെതിരെ എന്തെങ്കിലും മോശപ്പെട്ട പരാമർശം നടത്തുകയോ ഈഴവ സമുദായത്തെ അതിൽ നിന്ന് മാറ്റി താഴേക്കാക്കണം, റൊട്ടേഷനിൽ താഴേക്കാക്കണം, ഞങ്ങളെ മുകളിൽ കയറ്റി വെക്കണം എന്ന് ഒരു വിദ്വേഷത്തിൻ്റെയോ ചെറുപ്പിൻ്റെയോ രാഷ്ട്രീയം പറയുകയോ ചെയ്തിട്ടുണ്ടോ? നമുക്ക് മുസ്ലിം ലീഗിനോടക്കം SDPയോടക്കം ശക്തമായി വിയോജിക്കാം. പക്ഷെ അവർ പോലും ജമാഅത്ത് ഇസ്ലാമി അടക്കം ആരും
ഇങ്ങനെ ഒരു വെറുപ്പിൻ്റെ പൊളിറ്റിക്സ് പറഞ്ഞിട്ടില്ല. മനസ്സിലായില്ലേ? അതൊരു യാഥാർത്ഥ്യമാണ്. ഇന്നലെ ജനം ടി വിയുടെ ചർച്ചയിൽ തന്നെ ഇത് കൃത്യമായി ഇടതുപക്ഷത്തിൻ്റെ പ്രതിനിധി ചൂണ്ടിക്കാണിക്കുന്നത് കേൾക്കുണ്ടായി. അതുപോലെ ഐക്യകേരളം രൂപപ്പെട്ട ശേഷം കേരളത്തിൻ്റെ 65 വർഷത്തിലധികമുള്ള ചരിത്രത്തിലെ ഏറ്റവും വലിയ സംവരണവുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടാണ് നരേന്ദ്രൻ കമ്മീഷൻ റിപ്പോർട്ട് ആണല്ലോ. ഇടതുപക്ഷ സർക്കാർ നിയോഗിച്ച കമ്മീഷനാണ്. UDF സർക്കാരിൻ്റെ കാലത്താണ് റിപ്പോർട്ട് സമർപ്പിച്ചത്. AK സർക്കാരിൻ്റെ കാലത്താണ്. അത് നടപ്പാക്കാതെ മുന്നോട്ട് കൊണ്ടുപോയി. ആ നരേന്ദ്രൻ കമ്മീഷൻ റിപ്പോർട്ടിലെ 10 വർഷത്തെ കണക്കുകൾ മാത്രം എടുത്തപ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ സംവരണ നഷ്ടം തൊഴിലിലുണ്ടായിട്ടുള്ളത് മുസ്ലിം സമുദായത്തിനാണ്. കണ്ടെത്തലാണ് റിപ്പോർട്ടാണല്ലോ, ജസ്റ്റിസ് നരേന്ദ്രൻ കമ്മീഷൻ്റെ റിപ്പോർട്ടാണ്. ഏറ്റവും കുറവ് നഷ്ടം ഈഴവ സമുദായത്തിനാണ്, വെറും 5 തസ്തികകൾ മാത്രം. മുസ്ലിം സമുദായത്തിന് 7,000-ലധികം തസ്തികകൾ. രണ്ടാമത് നഷ്ടപ്പെട്ടത് ലത്തീൻ കത്തോലിക്ക സമുദായത്തിന്. കേരളത്തിൽ ലത്തീൻ കത്തോലിക്ക സമുദായമോ കേരളത്തിലെ മുസ്ലിം സമുദായമോ എന്തെങ്കിലും ഒരു വെറുപ്പിൻ്റെ രാഷ്ട്രീയം ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുണ്ടോ? നരേന്ദ്ര കമ്മീഷൻ റിപ്പോർട്ട് നടപ്പാക്കണം, സംവരണ നഷ്ടം നികത്തണം എന്ന് പറഞ്ഞതിനപ്പുറത്ത് എന്തെങ്കിലും ഒരു ഹെയ്റ്റ് ക്യാമ്പയിൻ ഇതുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുണ്ടോ? ഇല്ല. എന്തുകൊണ്ടാണത്? ഈ പറഞ്ഞ 2 കാര്യങ്ങൾ മാത്രം എടുത്താൽ കേരളത്തിൻ്റെ സാമൂഹിക അന്തരീക്ഷത്തിൽ സമുദായങ്ങൾ തമ്മിലുള്ള ഒരു വിലപേശലും ഒരു വാദപ്രതിവാദവും ഒരു അവകാശ തർക്കവും ഒരു തരത്തിലുള്ള വർഗീയ ചേരിതിരിവിന് കാരണമാകരുത് എന്ന് വിവരമുള്ളവർ, കേരളത്തെ സ്നേഹിക്കുന്നവർ, മതനിരപേക്ഷ കാഴ്ചപ്പാടുള്ളവർ കരുതുന്നതുകൊണ്ടാണ്. അതുകൊണ്ടാണ് ഇതൊന്നും ചർച്ചയും വിവാദവും ഹെയ്റ്റ് ക്യാമ്പയിനും ആകാതിരുന്നത്. പക്ഷേ വെള്ളാപ്പള്ളി നടേശനെ പോലെ യാഥാർത്ഥ്യങ്ങളെ അതിൻ്റെ മെറിറ്റിൽ കാണാൻ ഇഷ്ടപ്പെടാത്ത, വർഗീയമായി മാത്രം കാര്യങ്ങളെ ഈ സമീപകാലത്താണ് അദ്ദേഹത്തിന് ഒരു മോശമായ മാറ്റമുണ്ടാകുന്നത്. അദ്ദേഹം വളരെ തെറ്റായ ഒരു ക്യാമ്പയിന് തുടക്കം കുറിച്ചിരിക്കുന്നു എന്നല്ല പറയുന്നത്, ഒരു തെറ്റായ ക്യാമ്പയിൻ്റെ ഭാഗമായി ചെന്ന് കയറിയിരിക്കുകയാണ്. PC ജോർജ് നടത്തുന്ന മോശപ്പെട്ട ക്യാമ്പയിൻ, അതിനെതിരെയാണ് വെള്ളാപ്പള്ളി പറഞ്ഞത്. പക്ഷേ ഇപ്പം PC ജോർജിനേക്കാൾ മോശമായി വെള്ളാപ്പള്ളി പരാമർശങ്ങൾ നടത്തുന്നു. ഇത് രണ്ടും ചെന്ന് യോജിക്കുന്ന ഇടം ഫാസിസ്റ്റ് രാഷ്ട്രീയത്തിന് കേരളത്തിൽ ശക്തി പകരുക എന്നുള്ളതാണ്. അപ്പോൾ കേരള ജനതയുടെ ദൗത്യം എന്താണ് എന്നുള്ളതാണ് പ്രധാനം. എല്ലാ കാലത്തും ചെയ്തതുപോലെ എല്ലാ വർഗീയതകൾക്കും ഫാസിസത്തിനുമെതിരെ ജനാധിപത്യത്തിൻ്റെയും മതനിരപേക്ഷതയുടെയും ധാർമ്മികത ഉയർത്തിപ്പിടിച്ചുകൊണ്ട്, രാഷ്ട്രീയം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കൃത്യമായി ചെറുക്കുക, അവഗണിക്കേണ്ടതിനെ അവഗണിക്കുക, നേരിടേണ്ടതിനെ നിയമപരമായി മാത്രം, ജനാധിപത്യപരമായി മാത്രം നേരിടുക. ഈ ഒരു വഴി മാത്രമേ കേരളത്തിന് മുന്നിലുള്ളൂ. ആ വഴിക്ക് കേരളത്തിൻ്റെ ഭരണരാഷ്ട്രീയ നേതൃത്വം കൂടി മുന്നോട്ട് വരണം എന്നാണ് അഭിപ്രായപ്പെടാനുള്ളത്. വെള്ളാപ്പള്ളി നടേശൻ 30 വർഷം ജനറൽ സെക്രട്ടറിയായി 30 വർഷമായതിൻ്റെ ആഘോഷം നടക്കാനിരിക്കുകയാണ്. ആ ആഘോഷത്തിൽ കേരളത്തിലെ മുഖ്യമന്ത്രി ഉൾപ്പെടെ പങ്കെടുക്കുന്നുമുണ്ട്. ആ പങ്കെടുക്കുന്ന സമയത്ത് വെള്ളാപ്പള്ളി നടേശൻ്റെ ഉള്ളിലിരിപ്പിൻ്റെ വർഗീയതയെ തുറന്നു കാണിക്കാനുള്ള ആർജവം ഉണ്ടാവുന്ന ഒരേ ഒരു നേതാവ് പിണറായി വിജയനാണ് എന്ന് കേരളത്തിനറിയാം. അത് അദ്ദേഹം ആ വേളയിൽ നിർവഹിക്കും എന്നുകൂടി കേരളം പ്രതീക്ഷിക്കുകയാണ്. നന്ദി, നമസ്കാരം.